നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല സെയിൽസ്മാൻ ആരാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കാം? അനിൽ എന്നായിരിക്കാം, ജോസഫ് എന്നായിരിക്കാം, ഇസ്മായിൽ എന്നായിരിക്കാം, എനിക്കറിയില്ല ആരാണെന്ന്. പക്ഷെ ഞാൻ പറയും, ഇവരാരും ആയിരിക്കരുത്, നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കണം. ആരാണ്? നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കണം. അതെ, നമ്മുടെ കസ്റ്റമറെ നമ്മൾ ബ്രാൻഡ് അംബാസഡർ ആക്കുമ്പോഴാണ് നമ്മൾ വിജയം നേടുന്നത്. പണ്ടൊക്കെ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങാൻ പോകുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിരുന്നു. ആരെങ്കിലുമൊക്കെ നമ്മളോട് അറിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത്. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് പോലും ഗൂഗിൾ റിവ്യൂ നോക്കി പോകുന്ന കാലമാണ്. ഞാൻ എൻ്റെ മക്കളുമായി പുറത്ത് പോകുമ്പോൾ പണ്ടൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലത്ത്, വാ മക്കളെ നമുക്ക് അവിടെ പോയി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയ മോൻ പറയുന്നത്, ഡാഡി 3.3 ഉള്ളൂ ഗൂഗിൾ റിവ്യൂ, പോകണ്ടെന്ന്. ഞാൻ പറഞ്ഞു, മോനെ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതാണ്, നല്ല ഭക്ഷണമാണ്, പക്ഷേ പിള്ളേർ വരാൻ തയ്യാറല്ല. അതെ, ഇന്ന് നമ്മൾ നല്ല സേവനം കൊടുത്താൽ പോരാ, അവരോട് അഭിപ്രായം ചോദിക്കുകയും അഭിപ്രായങ്ങൾ ഗൂഗിൾ റിവ്യൂവിൽ ഇടാൻ പറയുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. ഈ അടുത്താണ് ദുബായ് ആസ്ഥാനമാക്കിയിട്ടുള്ള നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഹോട്ട് പാക്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച പാക്കേജിംഗ് കമ്പനിയാണ്. അവരുടെ സീനിയർ ടീമിന് വേണ്ടി ഒരു സെഷൻ ചെയ്യാൻ ഞാൻ ദുബായിലെത്തിയത്. മൂവൻ പിക്ക് ലോകോത്തര 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെയായിരുന്നു ഞാൻ സ്റ്റേ. ഒരു 5 രാത്രി ഉണ്ടായിരുന്നു. ഈ 5 ദിവസങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു ചെറുപ്പക്കാരൻ, ആൾ ശ്രീലങ്കക്കാരനാണ്, പേര് തുഷിൻ. മിടുക്കനാണ്. കാലത്തെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു ചായ കുടിക്കണം. ജനറലി ഞാനൊരു ബ്ലാക്ക് ടീ ആണ് കുടിക്കുക. ആ ബ്ലാക്ക് ടീയുമായി അവൻ എന്നെ കാണുമ്പോൾ തന്നെ ഓടി വരും, ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ മിടുക്കനായ ഒരു പയ്യനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, ഒരു രാത്രി ഞാൻ ഡിന്നർ കഴിച്ച് പിറ്റേന്ന് വെളുപ്പിന് ഞാൻ തിരിച്ചു പോരും. അന്ന് രാത്രി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തുഷിനോട് ഞാൻ പറഞ്ഞു, തുഷിൻ, ഞാൻ നാളെ എൻ്റെ നാടായ കേരളത്തിലേക്ക് തിരിച്ചു പോവാണ്. സർ, താങ്ക് യു സോ മച്ച്, അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും കാണണം. സർ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. സർ, ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരു നല്ല റിവ്യൂ ഒന്ന് ഗൂഗിളിൽ ഇട്ടേക്കാമോ? ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, അവിടുത്തെ ഒരു ഹോട്ടൽ വെയിറ്ററാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഒരു കള്ള ചിരിയിരിച്ചുകൊണ്ട്, പറ്റുമെങ്കിൽ എൻ്റെ പേരും കൂടി ഇട്ടേക്കുന്നത്. മിടുക്കനാണ്. കാലം മാറി. ഇന്ന് നമ്മൾ നല്ല സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? കാരണം ഈ ഗൂഗിൾ റിവ്യൂ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് പലരും അത് നോക്കുന്നുമുണ്ട്. അതോടൊപ്പം അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ഇവൻറ്റ്സിന് അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ഇന്ന് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അപ്പോൾ ഇന്ന് തൊട്ട് ആലോചിക്കുക, നമ്മുടെ ഏറ്റവും മികച്ച സെയിൽസ്മാൻ ആരാണ്? നമ്മുടെ കസ്റ്റമറാണ്. കസ്റ്റമർ ആയിരിക്കണം, അവരോട് റിവ്യൂ ചോദിക്കണം.